ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് ക്ലാസ് ആണ് ഇന്ന്. സോ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സിലബസിനെ കുറിച്ചും നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനും എല്ലാം നോക്കി. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിലെ തേർഡ് ടോപ്പിക്കായ സോഴ്സസ് ഓഫ് ലോ ആണ്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ പഠിച്ചത് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. സോ ഇന്നലെ നമ്മൾ എന്താ നോക്കിയത്? ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് CA സ്റ്റുഡൻസ് ലോ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ എന്താണ് അവരുടെ അതിൻ്റെ നീഡ് എന്താണെന്നാണ്. സോ നമ്മളത് മാർക്ക് ചെയ്ത് തന്നിരുന്നു. സെക്കൻഡ് പാരഗ്രാഫാണ്. എന്താണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ എന്താണ് ലോ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവർക്ക് മാനേജ്മെൻറ്റിനും ക്ലയൻസിനും ഒക്കെ ഒരു ബേസിക് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലോയുടെ നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്തിനു വേണ്ടിയിട്ടാണത് ഹെൽപ്പ് ചെയ്യുന്നത്, എന്താണ് സെറ്റ് ഓഫ് യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വിൽ ഗവേൺ ദ കണ്ടക്ട് ഓഫ് പീപ്പിൾ ഇൻറ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ഇൻ പേഴ്സണൽ ആസ് വെൽ ആസ് ബിസിനസ് റിലേഷൻസിലും അല്ലാതെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിലും അവരുടെ ആക്ഷൻസിനെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോഡ് ഓഫ് ഹമ്മുറബി, അതായത് ഓൾഡസ്റ്റ് ലോ ഇൻ റിട്ടേൺ ഫോം, അത് ഏതാണെന്ന് പഠിച്ചു. ഏതാണ്? കോഡ് ഓഫ് ഹമ്മുറബി എന്ന് പറയുന്ന ലോ ആണ്. സോ അത് ആരുടെ കാലത്താണ്, ആര് റൂൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലോ കൊണ്ടുവന്നത്? ഹമ്മുറബി എന്ന് പറയുന്ന കിങ് ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് റൂൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അത് വർഷം 1792 BC to 1758. പിന്നെ എന്താണ് പാറ കഷ്ണങ്ങളിൽ, കല്ലിൻ്റെ സ്റ്റോണിലാണിത് കാർവ് ചെയ്ത് വെച്ചിരുന്നത്. പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ജഡ്ജസ് എന്ന് പറയുന്ന ആളുകളെ ഇതിനു വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾ നിയമം പാലിക്കുന്നുണ്ടോ, നിയമം ഫോളോ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി അടുത്തത് 12 ടേബിൾസ്, അതായത് മോസ്റ്റ് ഡീറ്റെയിൽഡ് കോഡ്. അതിനെ നമ്മൾ 12 ടേബിൾസ് എന്ന് വിളിക്കുന്നു. ബ്രോൺസിലാണ്, മെറ്റൽ ബ്രോൺസിലാണ് അത് എൻഗ്രേവ് ചെയ്ത് കൊത്തി വെച്ചിരുന്നത്. അതുപോലെ ഈ പറയുന്ന റോം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ചെയ്തത്. സോ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മെയിനായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത്. പിന്നെ എന്താണ് ലോ? ലോ ഈസ് എ സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി. എന്താണ് കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇമ്പോസ്ഡ്. ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ പീപ്പിൾ. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും നല്ലതിനും വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പല ആസ്പെക്ട്സിൽ നമുക്ക് ലോസ് കാണാൻ പറ്റും. സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് അവർ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ്. അതായത് പല കൾച്ചറൽ ആസ്പെക്റ്റ് ഉണ്ടല്ലേ. ഇപ്പോൾ രാജസ്ഥാനിലുള്ള കൾച്ചർ ആയിരിക്കില്ല കേരളത്തിലുള്ളത്. അപ്പം ആ ഒരു സ്റ്റേറ്റ് ലോസിലൊക്കെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. സോ ഇപ്പം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്, തേർഡ് ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ലോ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിതൊരു ജസ്റ്റ് പാരഗ്രാഫ് വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു PPT ഫോമിൽ നോക്കിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. സോ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുമ്പം മെയിനായിട്ട് 4 സോഴ്സസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നിങ്ങളാണെങ്കിലും 10ാം ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. സോഷ്യലിലും ഹിസ്റ്ററിയിലൊക്കെ അല്ലെങ്കിൽ സിവിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വഴിയാണ്. സോ സെക്കൻഡ്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ തന്നെ അതിൻ്റെ ആർട്ടിക്കിൾ 370 അമെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം പണ്ട്
ജമ്മു ആൻഡ് കാശ്മീരിനെ പ്രത്യേകമാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ലോസും എന്താണ് JNKക്ക് ആപ്ലിക്കബിൾ ആയിരുന്നത്. പക്ഷെ അതെന്താണ് പറയുന്നത്, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് 370 ആർട്ടിക്കിളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അമെൻഡ് ചെയ്ത് ഇപ്പോൾ JNKനെ കൂടെ നമ്മുടെ ഇന്ത്യയിലെ ലോസിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ആ ഒരു പവർ കൊടുക്കുന്ന ഏതാണ്, 370 ആണ്, ആർട്ടിക്കിൾ 370. അപ്പം അങ്ങനെ പവേഴ്സ് കൊടുക്കുന്നതും എന്താണ്, ഓരോ ലോസ് ഉണ്ടാക്കാനായിട്ട് പവർ കൊടുക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതാണ് നമ്മുടെ നമ്മളെന്താ പറയുക, അതിൽ നിന്നാണ് നമുക്കൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അത് ഭയങ്കര ഒരു വലിയ പ്രോസസ്സാണ്. സോ മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ് സോഴ്സ് ഓഫ് ലോയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ്, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോസ്. സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ലോസ് എന്ന് പറയുക. ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്. നമുക്കറിയാം പാർലമെൻറ്റ് എന്താണ്, നമ്മുടെ അതായത് നമ്മൾ ഈ പറയുന്ന ഇലക്ഷന് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിടുന്ന MP-മാർ അവരെയൊക്കെയാണ് പാർലമെൻറ്റിൽ എടുക്കുന്നത്, സെൻട്രൽ ആ ഒരു ഇതിൽ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നുള്ളതാണ് പാർലമെൻറ്റ്. ഓപ്പോസിഷൻ പാർട്ടിയും ഉണ്ടാവും. പിന്നെ ഉള്ളത് ഏതാണ്, സ്റ്റേറ്റ് അസംബ്ലീസ്, MLAs. ഓക്കെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അങ്ങനെയുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആളുകൾ പോകുന്നതാണ് പാർലമെൻറ്റിൽ, എവിടെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും. അവരാണ് അൾട്ടിമേറ്റ്ലി ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, പാസ്സാക്കുന്നത്. അതിനുള്ള പവർ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. മൂന്നാമത്തെ ഫാക്ടർ, പ്രസിഡൻസ് ഓർ ദ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വേരിയസ് കോർട്സ് ആൻഡ് ഇൻ സം കേസസ്. ഇപ്പോൾ ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ലോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ആക്ട് പാസ്സാക്കുന്ന ആരായിരിക്കും, പാർലമെൻ്റ് ആയിരിക്കും. സോ അടുത്തത് പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് ഓർഡർ പാസ്സായ കുറേ കേസസ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു. ഈ സെയിം സിറ്റുവേഷനിൽ വരുന്ന വേറെ ഏതെങ്കിലും കേസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലെന്താണോ വിധി പറഞ്ഞിട്ടുള്ളത് അത് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റെഫറൻസ് ആയിട്ട് എടുക്കും. അതിനെ നമ്മൾ പ്രിസീഡൻസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വേരിയസ് കോർട്സ്. അതായത് ഇപ്പം വാഹനാപകടം അല്ലെങ്കിൽ വാഹനത്തിൽ ഒരാൾ തീയിൽ പെട്ടാണ് മരിക്കുന്നത്, അതുപോലെ ആരോ തീ വെച്ചതാണ് ആ കാറിന്. അപ്പം അങ്ങനെ ഒരു സെയിം സിറ്റുവേഷനിൽ വരുന്ന ഒരു കേസ് പണ്ടും നടന്നിട്ടുണ്ട്, അതിന് ഇതുപോലെ വിധി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസ് നമ്മൾ കോടതിയിൽ വാദിക്കുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കേസും റെഫർ ചെയ്യും. അങ്ങനെ നമ്മൾ ആ റെഫർ ചെയ്യുന്ന കേസിനെ നമ്മൾ പറയുന്നത് പ്രസിഡൻസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വേരിയസ് കോർട്ട്. അത് ഈ കോർട്ട് തന്നെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കണം എന്ന് നിർബന്ധമില്ല, വേറെ ഏത് കോർട്ടാണെങ്കിലും അത് എടുക്കുന്നതായിരിക്കും. അതിന് നമ്മൾ കേസ് ലോസ്. ഓക്കെ, കേസ് ലോസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. സംടൈംസ് ലോസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കസ്റ്റംസ് ആൻഡ് യൂസേജസ്. ചില സമയങ്ങളിൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. കസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ അത് ചെയ്യുമ്പോൾ പിന്നീട് അതെന്തായി മാറും, ഒരു ആചാരമായി മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു മാരേജ്, ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. അത് പിന്തുടർന്ന് ഇപ്പം എന്തായി, എല്ലാവരും അതൊരു ആചാരമായിട്ട്, അതല്ലെങ്കിൽ അതൊരു ലോ ആയിട്ട് തന്നെ നിയമം എന്ന് പറയുന്നത് ഒഫീഷ്യലി എവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു കസ്റ്റമായി മാറി അല്ലേ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, ലോ ആയിട്ട് എടുക്കും. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അതുപോലെ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹിന്ദു മാരേജ് ആക്റ്റിൽ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങളാണ് മെയിനായിട്ട് സോഴ്സസ് ഓഫ് ലോയിൽ വരുന്നത്. നിങ്ങൾക്ക് അത് പിക്ചർ കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഇതെന്താണ്, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയുടെ ജഡ്ജ്മെൻറ്റ്. ഈ പിക്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ കസ്റ്റംസും യൂസേജസും പിക്ചർ ഫോർമാറ്റിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ
ഈ 4 സോഴ്സസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ഈ ലോകത്ത് ഏറ്റവും നീളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള റിട്ടൺ എഴുതിയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അതിലെന്തുണ്ട്? റിജിഡിറ്റിയും ഉണ്ട്, ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിനും പവർ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റിനും പവർ കൊടുത്തിട്ടുണ്ട്. യൂണിറ്ററി അല്ല, ഫെഡറൽ ആണ്. രണ്ടും സ്റ്റേറ്റിനും ഉണ്ട്, സെൻട്രലിനും പവറുണ്ട് ലോ ഉണ്ടാക്കാനായിട്ട്. സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി, പാർലമെൻറ്റിൻ്റെ ലോസ് ഉണ്ടാക്കുകയും അത് ജുഡീഷ്യറിയും അതിലെന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന തർക്കങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ജുഡീഷ്യറിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ 2 പേരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ലിവിങ് ഡോക്യുമെൻറ്റ് റിഫ്ലക്റ്റിംഗ് ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ, അതൊരു ലിവിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ്? നമ്മുടെ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് പീപ്പിൾ, അതായത് ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഇതിനും അനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 245 പറയുന്ന ഒരു കാര്യമാണ് എന്ത്? എക്സ്റ്റെൻഡ് ഓഫ് ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് ആൻഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. എന്തൊക്കെയാണ്? അതായത് പാർലമെൻറ്റിനും ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഏത് ജുറിസ്ഡിക്ഷനിലാണ്, ഏത് ബോർഡർ വരെയാണ് അവർക്ക് ലോസ് ഉണ്ടാക്കാനുള്ള, അതായത് അവരുണ്ടാക്കുന്ന ലോസ് ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ആപ്ലിക്കബിൾ എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര പരിധി വരെ ലോസ് ഉണ്ടാക്കാനുള്ള അധികാരമുള്ളൂ, ഒരു പവറുള്ളൂ. ആ പവർ, അത് ആ ജുറിസ്ഡിക്ഷൻ പറയുന്ന ആർട്ടിക്കിളാണ് 245 എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റിന് എവിടെ വരെയാണ് അവർക്ക് ഏത് എക്സ്റ്റെൻഡ് വരെയാണ് അവർക്ക് അവരുടെ ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ് മേ മേക്ക് ലോസ് ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് സെൻട്രലിൽ എന്താണ്? ഹോളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് വേണ്ടി മാത്രമോ എന്ത് ചെയ്യാൻ പറ്റും? ലോസ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദ ലെജിസ്ലേറ്റീവ് ഓഫ് എ സ്റ്റേറ്റ് മേ മേക്ക് ലോസ് ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെങ്കിലോ മുഴുവനായിട്ട്, ആ സ്റ്റേറ്റ് മുഴുവനായിട്ടോ ആ സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിട്ടോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോസ് ഉണ്ടാക്കാൻ പറ്റും. നോ ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഇൻവാലിഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ. അതായത് അതിനൊരു എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് മാത്രം അതൊരിക്കലും എന്താവില്ല? ഇൻവാലിഡ് ആവില്ല. നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും ഇതാണ്. സോ അതാ ഈ പറയുന്ന 2 പോയിൻറ്റ്സിൽ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആർട്ടിക്കിൾ 245 കഴിഞ്ഞ് നെക്സ്റ്റ് ആർട്ടിക്കിളിൽ എന്താണ് പറയുന്നത്? പവർ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ടു മേക്ക് ലോസ്. ഏതൊക്കെ ഏരിയാസിൽ അവർക്ക് ലോസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം, ആ കാര്യത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 245. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ആർട്ടിക്കിൾ 245 ആണ്, 246 ആണിത്. നമ്മൾ നോക്കിയത് 245. അതിലെന്താണ് പറയുന്നത്? ജുറിസ്ഡിക്ഷനെ പറ്റി, ഏത് പരിധി വരെയാണ് അവരുടെ ലോസ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിന് വേണ്ടിയിട്ടാണ് അവർക്ക് ലോ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആർട്ടിക്കിൾ 245 പറഞ്ഞത്. ഇനി ആർട്ടിക്കിൾ 246 പറയുന്നത് എന്താണ്? ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് ലോസ് ഉണ്ടാക്കാനുള്ള പവർ. സോ ആർട്ടിക്കിൾ 246 ഓഫ് ആൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് legislative powers including taxation between the Parliament of India and the state legislature. അതായത് എന്തിനു വേണ്ടിയിട്ടുള്ള പവേഴ്സ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്ന ആ പവറും, 2 പവറും ആരാണ് കൊടുക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇൻക്ലൂഡിങ് ടാക്സേഷൻ. എന്തിനു വേണ്ടിയിട്ടൂടെ ലോസ് ഉണ്ടാക്കാം? ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ എന്താണത്? മറ്റെല്ലാം വരുന്നുണ്ട്, കൂടാതെ ടാക്സേഷനും കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്.
പ്ലസ് എന്താണ് ടാക്സേഷനും വരും. ബിറ്റ്വീൻ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അതായത് അവർ തമ്മിൽ ബിറ്റ്വീൻ ദ പാർലമെൻറ്റും അവർ തമ്മിൽ എന്താണ് അവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ടാക്സേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഷെഡ്യൂൾ 7 എന്യൂമറേറ്റ്സ്, ഇതൊക്കെ കൂടുതൽ നിങ്ങളിതൊന്നും ഇത്രയും കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ജസ്റ്റ് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി പറയുന്നതാണ്. ഷെഡ്യൂൾ 7 അങ്ങനെ 10-12ഓളം ഷെഡ്യൂൾസ് ഉണ്ട്. സോ the subject matters on which the parliament and state have the powers to make laws in 3 lists. 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് ലോസ് ഉണ്ടാക്കാനുള്ള പവർ, ഏതൊക്കെ ഏരിയാസിലാണെന്നുള്ള ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്, ലിസ്റ്റ് 1-ലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ് സ്റ്റേറ്റിന് ഏതൊക്കെ ഏരിയാസിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ. കാരണം SSLC അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും നാട്ടിൽ മഹാരാഷ്ട്രയുടെ സെപ്പറേറ്റ് അതായത് സ്റ്റേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് ബോർഡിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ SSLC ആണെങ്കിൽ അവിടെ മഹാരാഷ്ട്ര ബോർഡായിരിക്കും. ഓക്കെ, നല്ല വ്യത്യാസമുണ്ട്. എഡ്യൂക്കേഷനിൽ വ്യത്യാസങ്ങളുണ്ടാവും, പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻസിൽ. ഇപ്പോൾ പറയുന്ന പോലെ ഡിഗ്രിയിലാണെങ്കിലും എന്താണ് കേരള യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളാണ്, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആരുടെ ഒരു ഇതാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കുറേയധികം ഏരിയാസും പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, 4 സോഴ്സസിനെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. ഫസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, 2 എന്തൊക്കെയാണ് ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. എക്സാമ്പിൾ ആക്ട്. ഒരു ആക്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആദ്യം ഒരു ബില്ലായിരിക്കും അത്. ഓക്കെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ന പോലെ പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ബില്ലായിരിക്കും. ആ ബില്ലിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും, പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിന് നല്ല ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് നമ്മൾ പഠിക്കും. സോ അതിങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് അവർ 2 പേരും ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ അത് അഭിപ്രായം പറയും. പിന്നെ 2 പേരും ഓപ്പോസിഷൻ പാർട്ടിയും ഭരിക്കുന്ന പാർട്ടിയും അവർ പാസ്സാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരും, പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് വരും. പ്രസിഡൻറ്റ് അസെൻറ്റ് അവരുടെ എന്താ പറയുക ശരിവെച്ചാൽ മാത്രമേ പിന്നീട് അതൊരു നിയമമാകുള്ളൂ. നിയമമായി ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താലാണ് നമ്മളതിന് നിയമം എന്ന് പറയുന്നത്. അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടി ഒഫീഷ്യൽ ഗസറ്റിൽ വരുന്നത് വരെ എന്താണത്, ഒരു ബില്ലാണ്. ഓക്കെ, സോ ലോയും ആക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ലോയും ആക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോ എന്ന് പറയുന്നൊരു ബ്രോഡർ ടേമാണ്. ലോസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, അതിൽ ആക്റ്റും ഇൻക്ലൂഡഡ് ആണ്. ആക്ട് വരും, റൂൾസ് വരും, നോട്ടിഫിക്കേഷൻ വരും, സർക്കുലേഴ്സ് വരും, സ്റ്റാറ്റ്യൂട്ട്സ് വരും, കേസ് ലോസ് വരും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്ന ഈ ഓരോ സോഴ്സസിനെയും നമുക്ക് എന്തായിട്ട് പറയാം, ലോസ് ആയിട്ട് പറയാം. പക്ഷെ ഒരു ആക്ട് എന്ന് പറയുന്നത് എന്താണ്, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. മൂന്നാമത്തെ എന്തായിരുന്നു, precedents or judicial decisions of various courts and in some cases, അതായത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ കേസസ് ഒക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കും. അതും ഇപ്പോൾ എന്താണ് ഒരു സോഴ്സ് ഓഫ് ലോ ആണ്. ലാസ്റ്റത്തത് കസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു, കുറച്ചാളുകൾ ഒരു ആക്ടിവിറ്റി കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു. അത് ചെയ്യുമ്പോഴത്തേക്കും അതെന്തായി മാറുന്നു, ഒരു ആചാരമായി മാറുന്നു. അപ്പം എക്സാമ്പിൾ എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ആരുടെ വീട്ടിലേക്കാണ്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം. അതൊരു കസ്റ്റമാണ് അല്ലേ. അതുപോലെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഹിന്ദു മാരേജ് ആക്റ്റിൽ എടുത്തിട്ടുണ്ട്. സോ okay, sources of law. The main sources of law
In India, are the constitution, the statutes or laws made by the parliament and state assemblies? എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. The main source of law in India are constitution, the statutes or laws made by parliament and legislative assemblies, precedents or judicial decisions of various courts, and in some cases established customs and usages. നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്താണ് മെയിൻ സോഴ്സ് ഏതൊക്കെയാണ് ഒന്നുകൂടെ. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, രണ്ട് സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് ഓർ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, തേർഡ് പ്രസിഡൻസ് ഓർ ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് വേരിയസ് കോർട്സ് ആൻഡ് സം കേസസ്. നാലാമത്തത് എന്താണ് സം കസ്റ്റംസ് ആൻഡ് കസ്റ്റംസ്. കസ്റ്റം രണ്ടും പ്രൊനൗൺസിയേഷനൊക്കെ ഏകദേശം സെയിമാണ്, സ്പെല്ലിങ്ങും സെയിമാണ്, പക്ഷെ അർത്ഥം ഡിഫറെൻ്റ് ആണ്. കസ്റ്റംസ് ആൻഡ് യൂസേജസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സോഴ്സസ് ഓഫ് ലോയിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കൂടെ എഴുതാനായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആർട്ടിക്കിൾ 245, ആർട്ടിക്കിൾ 246 ഒക്കെ എഴുതാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത് കൊടുക്കുന്നുണ്ട്? പാർലമെൻറ്റിനും ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും പവർ കൊടുക്കുന്നുണ്ട് ലോസ് മേക്ക് ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ കോട്ട് ചെയ്യുക. എന്താണ്? ജമ്മു ആൻഡ് കാശ്മീരിന് ഇന്ത്യയുടെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. ഏത് ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തിട്ടാണ്? 370. ആർട്ടിക്കിൾ 370 അമെൻഡ് ചെയ്തിട്ട് JNKക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് മാറ്റി ഇന്ത്യയുടെ കൂടെ തന്നെ ചേർത്തു. സോ കസ്റ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കുറച്ച് ആളുകൾ ഒരു ആക്ടിവിറ്റി കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഒരു ആചാരമായിട്ട് മാറുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ ഇത് കോട്ട് ചെയ്യാം. സോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഗ്രൂം, ബ്രൈഡ് അങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. യു മസ്റ്റ് ബി അവെയർ ദാറ്റ് ഇന്ത്യ ഈസ് എ പാർലമെൻ്ററി ഡെമോക്രസി. അതായത് നമുക്കൊരു പാർലമെൻ്റ് ഉണ്ട് അല്ലേ. വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ദ ബേസിസ് ആൻഡ് സോഴ്സസ് ഫോർ ഓൾ ലോസ്. നമ്മുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ നമ്മളെല്ലാത്തിൻ്റെയും പവർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ ബേസിക് സോഴ്സ് എന്ന് നമുക്ക് പറയാം. വി എലക്ട് അവർ റെപ്രസെൻറ്റേറ്റീവ്. ഞാൻ പറഞ്ഞു നമ്മുടെ MP-മാരെയും MLA-മാരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ഷനിലൂടെ ജയിപ്പിച്ച് എങ്ങോട്ട് വിടുന്നു? പാർലമെൻറ്റിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും വിടുന്നു. ടു ദ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫോർ വേരിയസ് സ്റ്റേറ്റ്. അതായത് പല സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MP-മാരും MLA-മാരുമാണ്. These representatives of people make laws in parliament or in their state assemblies as the case may be. അവരാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. So parliament is the ultimate. Parliament is the ultimate law making body. The law was, അതായത് ultimate body ആരാണ്? പാർലമെൻ്റ് ആണ്. The laws passed by the parliament may apply throughout all or portion of India. ശ്രദ്ധിക്കണം, എന്താണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ ഹോൾ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഇന്ത്യയോ ആണ്. പാർട്ട് ഓഫ് ഇന്ത്യയോ ആണ്. P-ന്ന് ഞാൻ കൊടുക്കുന്നുള്ളൂ. പാർട്ട് ഓഫ് ഇന്ത്യ. അവിടെ അപ്ലൈ ചെയ്യുന്ന ആര് പാസ്സാക്കുന്ന ലോസ് ആയിരിക്കും? പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ സ്റ്റേറ്റ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. ബൈ ലോസ് പാസ്ഡ് ബൈ എന്താണ്? whereas the laws passed by the legislature apply on within the borders of the states concerned. അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിനെയോ അപ്ലൈ ചെയ്യുന്ന ആരുണ്ടാക്കുന്നതായിരിക്കും? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 passed by the Parliament of a United Kingdom is the precursor for the Constitution of India. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരുന്നതിന് മുമ്പ് എന്ത് വന്നിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935.
സോ ആരാണത് പാസ് ചെയ്തത്? പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. സോ എന്തായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 1950s എന്ത് വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു നമ്മുടെ എന്താ പറയുക, BR അംബേദ്കർ ജി ഉണ്ടാക്കിയ ഒരു ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതിനു മുമ്പും എന്തുണ്ടായിരുന്നു? ലോസ് ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, അല്ലെങ്കിൽ ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. അപ്പോൾ ഇതൊക്കെ ആരായിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക? അപ്പം അതിനു മുമ്പ്, അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിരുന്ന ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അത് പാസ് ചെയ്ത ആരാണ്? പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. ഇംഗ്ലീഷുകാരുടെ പാർലമെൻ്റ് ആയിരുന്നു. അവർ പാസ്സാക്കിയ ഒരു ലോയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഗവൺമെൻറ് ഫ്രം യൂണിറ്ററി ടു ഫെഡറൽ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്താണ് പറയുന്നത്? യൂണിറ്ററി അല്ല, മറിച്ച് അതായത് ഒരാൾക്കല്ല പവർ, സെൻട്രലിന് മാത്രമല്ല, മറിച്ച് സെൻട്രലിനും സ്റ്റേറ്റിനും പവർ ഉണ്ട്. അതാണ് ഫെഡറൽ എന്ന് പറയുന്നത്. പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ടു അവോയ്ഡ് എനി ഡിസ്പ്യൂട്ട്സ്. അവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ ഡിസ്പ്യൂട്ട്സോ ഉണ്ടാകാതിരിക്കാനായിട്ട് ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ്? സെൻറ്ററിനും സ്റ്റേറ്റിനും നമ്മൾ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, in 1937, Federal Court was established and had the jurisdiction of appellate, original and advisory. അതായത് ഒരു അപ്പലറ്റ്, ഒറിജിനൽ, അഡ്വൈസറി എന്നിങ്ങനെ 3 ജുറിസ്ഡിക്ഷനിൽ എന്ത് ചെയ്തിരുന്നു? ഫെഡറൽ കോർട്ട്, അതായത് ഈ പറയുന്ന സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്. ഇപ്പോഴത്തെ ഈ ഹയറാർക്കി പണ്ട് പറഞ്ഞിരുന്നത് എന്താണ്? അപ്പലറ്റ്, ഒറിജിനൽ, അഡ്വൈസറി. The power of appellate jurisdiction extended to civil and criminal. അതായത് അപ്പലറ്റ് ജുറിസ്ഡിക്ഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. വേറാസ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ വാസ് എക്സ്റ്റെൻഡഡ് വിത്ത് ദ പവേഴ്സ് ടു ഫെഡറൽ കോർട്ട് ടു അഡ്വൈസ് ഗവർണർ ജനറൽ ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക്. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വൈസ് കൊടുക്കുന്നത്. അത് വെച്ച് ഓർത്ത് വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അവർ എക്സ്റ്റെൻഡഡ് വിത്ത് ദ പവേഴ്സ് ടു ഫെഡറൽ കോർട്ട്. ഈ ഫെഡറൽ കോർട്ട് പവേഴ്സ് ടു ഫെഡറൽ കോർട്ട്. ഈ ഫെഡറൽ കോർട്ട് എന്ത് ചെയ്യും? ആർക്കാണ് അഡ്വൈസ് കൊടുക്കുന്നത്? ഗവർണർ ജനറൽ. എന്തിലാണ്? പബ്ലിക് ഒപ്പീനിയനിൽ ഗവർണർ ജനറലിന് അഡ്വൈസ് കൊടുക്കാനായിട്ടാണ് ഈ പറയുന്ന ഫെഡറൽ കോർട്ടിന് പവർ ഉണ്ടായിരുന്നത്. ദ ഫെഡറൽ കോർട്ട് ഓപ്പറേറ്റഡ് ഫോർ 12 years and heard roughly 151 cases. ഈ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത് 12 വർഷത്തോളം ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നീട് 151 കേസസും അവർ ഹിയറിങ് ഒക്കെ നമ്മളത് കോർട്ടിൽ പോയി ഹിയറിങ് കേൾക്കുക എന്നൊക്കെ, ഹിയറിങ് ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതാണ്. The federal court was supplanted by India's current apex court, the Supreme Court of India. ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ സുപ്രീം കോർട്ടിനെയാണ് പണ്ട് ഫെഡറൽ കോർട്ട് എന്ന് പറഞ്ഞിരുന്നത്. സോ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം ഇതൊന്ന് ഈ പറയുന്ന ഇതെല്ലാം മാർക്ക് ചെയ്യുക. The Constitution of India 1950 is the foremost law that deals with the framework within which our democratic system works. അതായത് ഫോർമോസ്റ്റ് ലോ എന്ന് പറയുന്ന ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ഡീൽസ് വിത്ത് ഫ്രെയിംവർക്ക്. എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? ഫ്രെയിംവർക്ക്. വിത്തിൻ വിച്ച് ഡെമോക്രാറ്റിക് സിസ്റ്റം വർക്ക്. അതായത് ഈ പറയുന്ന ലീഗൽ സിസ്റ്റം എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഓർഡർ ഞാൻ പറയുന്നില്ല. ബൈ ദ പീപ്പിൾ,
എന്താണ് ജനങ്ങളാൽ ലീഗ്, അതായത് റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ്. അപ്പം ഒരു രീതിയിൽ പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരായിരിക്കും? ജനങ്ങളായിരിക്കും. സോ അതാ ഡെമോക്രസി. ആൻഡ് അവർ ലോസ് ആർ മെയ്ഡ് ഫോർ ദ പീപ്പിൾ. ഇതേ കിടക്കുന്നുണ്ടല്ലോ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, എന്താണ് ഓഫ് ദ പീപ്പിൾ, വിച്ച് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം വർക്ക്സ്. ആൻഡ് അവർ ലോസ് ആർ മെയ്ഡ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഒപ്പീനിയൻസും എന്തിൽ വരും? ആ ലോസിൽ വരും, ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ പോലും. The Constitution also provides for the protect certain fundamental rights. ബേസിക് നമ്മുടെ കുറേ അവകാശങ്ങളുണ്ട് അല്ലേ? എന്താണ് ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞതാണ്, എന്താണ് സംസാരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി ട്രാവൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ നടക്കാനുള്ള അവകാശം, നമ്മുടെ നമ്മുടെ ചിന്തകൾ, അതായത് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശങ്ങൾ. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതും എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ പ്രൊവൈഡ്സ് ഫോർ ദ പ്രൊട്ടക്ട് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഇറ്റ് ഓൾസോ ലേ ഡൗൺ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, എന്തും കൂടെ ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട് നമുക്ക് തരുന്ന കുറേ അവകാശങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് അവകാശങ്ങൾ മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമ്മുടെ ഡ്യൂട്ടിയും കൂടെ ചെയ്യണം. അപ്പം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തും പറയുന്നുണ്ട്? റൈറ്റ്സും പറയുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടീസും പറയുന്നുണ്ട്. ഈ പറയുന്ന നാഷണൽ ഫ്ലാഗ് ഉയർത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ജനഗണമന കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഇതിൽ വരും. ആസ് വെൽ as the powers and duties of government. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്ത് പറയുന്നുണ്ട്? പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ഈ പറയുന്ന ഈ പവേഴ്സ് തന്നെയാണ് ഈ ആർട്ടിക്കിൾ ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 245, ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 246, ഇങ്ങനെ ധാരാളം ഉണ്ട്. സോ അതിൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ്റും പറയുന്നുണ്ട്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, രണ്ട് ഗവൺമെൻറ്റിൻ്റെയും പവേഴ്സിനെയും ഡ്യൂട്ടീസിനെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. ദ ലോസ് ഇൻ ഇന്ത്യ ആർ ഇൻ്റർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ഫോമിങ് എ ഹൈബ്രിഡ് ലീഗൽ സിസ്റ്റം. എന്താണ്? ലോസ് ഇൻ ഇൻ്റർ കണക്റ്റഡ് ആണ്, ഈച്ച് അതർ ഫോമിങ് എ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ പ്ലാന്റ്സ് പറയില്ലേ, ഹൈബ്രിഡ് ചെടിയാണെന്നൊക്കെ. ഇപ്പം റോസയുടെ തന്നെ റെഡും റോസ് കളറും കൂടെ ചേർത്ത ഒരു മൾട്ടി കളർ റോസ് എന്നൊക്കെ പറയില്ല, അതുപോലെ സെൻട്രലും സ്റ്റേറ്റ് ലോസും കൂടെ ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹൈബ്രിഡ് ലീഗൽ സിസ്റ്റം ആവും അത്. The people who wrote the constitution decided to divide the lawmaking power between the central government and various state government. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയവർ എന്താണ്? ലോ മേക്കിംഗ് പവറിനെ, ലോസ് ഉണ്ടാക്കാനുള്ള അധികാരത്തെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആർക്കിടയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഇടയിൽ അവർ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 3 ലിസ്റ്റ്. ഇതും നമ്മൾ നോക്കിയതാണ്. ഏതൊക്കെയാണ്? സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ജോയിൻറ്റ് ലിസ്റ്റ് അഥവാ കൺകറൻറ്റ് ലിസ്റ്റ്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഏതൊക്കെ കാര്യങ്ങളിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റേറ്റിന് ഏതൊക്കെ ഏരിയാസിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും, ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് ഏതൊക്കെ ഏരിയാസിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കോൺകറൻറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ ദ ലിസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഫിഗേഴ്സ് എ മാറ്റർ വുഡ് ബിക്കം ദ സബ്ജക്റ്റ് ഫോർ സെൻട്രൽ ലോ. അതായത് ഓൺ ദ ലിസ്റ്റ്, അതായത് ആ പറയുന്ന ഓരോ ലിസ്റ്റിലും പറയുന്ന ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറായിട്ടായിരിക്കും. എൻട്രി നമ്പർ 8, എൻട്രി നമ്പർ 7, അങ്ങനെ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റ്, അതായത് ആ പറയുന്ന ഫിഗേഴ്സ് അനുസരിച്ച് ഓരോ ഫിഗറിനും ഓരോ ഇതുണ്ടാവും. ഇപ്പോൾ എൻട്രി നമ്പർ 7 ആണെങ്കിൽ ചിലപ്പം ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, കറക്റ്റ് അല്ല, ടാക്സേഷൻ ആണെന്ന് വിചാരിക്കും. അപ്പം അതെന്താണ്? ലോസ് ഉണ്ടാക്കാനുള്ള
ഒരു ഏരിയയാണ് ടാക്സേഷൻ. For example, income tax is a central subject. So throughout India, we have only one law for income tax, which is implemented by central government through the Ministry of Finance. Ministry of Finance വഴി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു എന്താണ് ലോയാണ്. ആര് ഇംപ്ലിമെൻറ്റ് ചെയ്ത? സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ലോയാണ് ടാക്സേഷൻ്റെത്. അതിനുള്ള പവർ ആർക്കാണ് കിട്ടിയത്? സെൻട്രൽ ഗവൺമെൻറ്റിന്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ എന്തിൽ ലോസ് ഉണ്ടാക്കാനുണ്ട്? ടാക്സേഷനിൽ ലോസ് ഉണ്ടാക്കാനുണ്ട്. അതെവിടെയാണ്? ഹോൾ ഓഫ് ഇന്ത്യയിൽ അത് ബാധകമാണ്. ആകെ ഒരു നിയമമേ ഉള്ളൂ ഇൻകം ടാക്സിന്. അതുണ്ടാക്കിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. We also have matters for which both central and as well as state governments can pass law. Levy of stamp duty in such an example. അതായത് ഈ പറയുന്ന രണ്ട് പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? ചില കാര്യങ്ങളിൽ ലോസ് ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് ലേവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി കളക്ട് ചെയ്യുക, ലേവി ചെയ്യുക എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ലേവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? സെൻട്രലിലും ചെയ്യാം. ചില കാര്യങ്ങൾ സെൻട്രലായിരിക്കും കളക്ട് ചെയ്യുന്നത്, ചില കാര്യങ്ങളിൽ ആരായിരിക്കും? സ്റ്റേറ്റ്. ഇപ്പോൾ വീട് വാങ്ങിക്കുക, അങ്ങനെയുള്ള ചില നമ്മളിപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്ന കുറേ കേസസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെ എന്താണ്? ലോസ് ഉണ്ടാക്കാനുള്ള അധികാരം സെൻട്രലിനും ഉണ്ട്, സ്റ്റേറ്റിനും ഉണ്ട്. ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ലോസ് ഗവേണിംഗ് ദ ലേവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അത് തന്നെയാണ് പറയുന്നത്. രണ്ടു പേർക്കും ഈ പറയുന്ന നിയമങ്ങളുണ്ട്. എന്തിനെ ഗവേൺ ചെയ്യുന്നതാണ്? ലേവി ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടിനെ ഗവേൺ ചെയ്യുന്നത്. സോ ഇത്രയും ഈ പറയുന്ന കുറേ പാരഗ്രാഫ്സ് ഉണ്ട്. നിങ്ങൾ ഓരോ ഇതും ഇപ്പം കസ്റ്റമിനെ പറ്റി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്ന കുറേ പാരഗ്രാഫ് ഉണ്ട്. ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിനെ പറ്റി പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. സോ നിങ്ങളിത് വായിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് എന്താ പറയുക തിരിച്ചെഴുതാൻ പറ്റുമെങ്കിൽ, സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാണ് ഇവിടെ കിടക്കുന്നത്. സോ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളത് പ്രീകേഴ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ഇറ്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ? പ്രീകേഴ്സർ എന്ന് വെച്ചാൽ ബിഫോർ ഇറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള ലോ ആയിരുന്നു ഏത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആര് പാസ്സാക്കിയതാണ്? പാർലമെൻറ്റ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. സോ ഇത്രയേ ഉള്ളൂ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, കുറച്ചുകൂടെ എക്സാമ്പിൾസ് ആഡ് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻ വേണമെങ്കിലും പറയാം. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ്സ് ഓഫ് ലോ മേക്കിംഗ് ആണ്. ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ബ്രീഫ് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ബില്ലായിരിക്കും ഫസ്റ്റ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിരിക്കും. അത് ഫസ്റ്റ് പാർലമെൻറ്റിലും പിന്നീട് ലെജിസ്ലേച്ചർ അസംബ്ലിയിലും കൊണ്ടുപോയി പാസ്സാക്കണം. ഈ ഇതിലും എന്തുണ്ടാവും? ഓപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടാവും. അവരവരുടെ ഒപ്പീനിയൻസ് പറയും. അവരും കൂടി സമ്മതിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ബില്ല് പാസ്സാക്കത്തുള്ളൂ. ആ ബില്ല് പാസ്സായിട്ട് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് വരും, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ അവരെന്ത് ചെയ്യണം? അസെൻറ്റ് കൊടുക്കണം. എന്താ പറയുക? ഇത് നിയമമാക്കാം എന്നുള്ളൊരു അസെൻറ്റ് കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം അതൊരു ഒഫീഷ്യൽ ഗസറ്റ് ഉണ്ട്. ഒഫീഷ്യൽ ഗസറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. സോ അതിൽ പബ്ലിഷ് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബില്ല് പാസ്സായി നിയമമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്ക്. സോ ഓക്കെ, നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ബട്ട് നമ്മൾ എന്തായാലും ആ പ്രൊസീജിയർ ഒന്ന് നോക്കും. ഓക്കെ, സോറി, ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ തരാൻ വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ഒരു 5 മാർക്സിന് ഇതിൽ നിന്ന് ചോദിക്കാം. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. സോ പഠിച്ച് പോവുക. ഓക്കെ, സോ താങ്ക് യു.